ഈ ഒരു മനുഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷം അവൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ബില്ല് പേ ചെയ്യുന്നുണ്ട്. ശേഷം അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലായിട്ട് ആ ക്രെഡിറ്റ് കാർഡ് വെക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നിലുണ്ടായിരുന്ന ഈ ഒരു പെണ്ണാന്ന് വെച്ചാൽ വേറൊരു പാൻറ്റ് അവൻ്റെ ബാക്കിലായിട്ട് പിടിക്കുകയാണ്. ഈ ഒരു മനുഷ്യൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവൾ വെച്ച ആ ഒരു പാൻറ്റിലാണ് വെക്കുന്നത്. എന്നിട്ട് അവൻ്റെ പോക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ പെണ്ണ് ഈ കാര്യങ്ങളൊന്നും ചെയ്തത് വേറെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളാന്ന് വെച്ചാൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ബില്ല് പേ ചെയ്യാണ്. അത് കണ്ട ആ സൂപ്പർ മാർക്കറ്റിൽ ബിൽ കൗണ്ടറിൽ നിന്നിരുന്ന ലേഡിയാന്ന് വെച്ചാൽ ഇതിലൊരു ആണിന്റെ പേരാണല്ലോ ഉള്ളത്, ഇത് ആരെ ക്രെഡിറ്റ് കാർഡാന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അതൊക്കെ നിനക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ, നിന്റെ സാധനങ്ങളുടെ പൈസ എടുത്തിട്ട് ആ ക്രെഡിറ്റ് കാർഡ് ഇങ്ങോട്ട് തിരിച്ചു തരാനായിട്ട് പറയാണ്. അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ബിൽ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ലേഡി അവള് വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് മാത്രം എടുത്തതിന് ശേഷം ആ ക്രെഡിറ്റ് കാർഡും സാധനങ്ങളും തിരിച്ചു കൊടുക്കുകയാണ്. ലേഡി ഇവിടെ നിന്ന് പോയതിന് ശേഷം കൗണ്ടറിൽ നിൽക്കുന്ന ജോലിക്കാരിയോട് അവിടുത്തെ സൂപ്പർവൈസർ വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത്. നടന്നതെല്ലാം തുറന്നു പറയാണ്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളാന്നും പറഞ്ഞ് സൂപ്പർവൈസർ പോവാണ്. ഇതിന്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഫാദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.